മെൻസ്ട്രൽ ലീവ് സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണോ അത് ആവശ്യമില്ലാത്തൊരു കാര്യമാണോ? ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ കൊണ്ടായിരിക്കാം ചിലർക്ക് വേദന സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ പിന്നെ സഹിച്ചിരിക്കുന്നതിനേക്കാൾ നല്ല വീട്ടിലിരിക്കുന്നതല്ലേ. നമ്മുടെ ചുറ്റുള്ളവർക്കും ഫ്രണ്ട്സിനൊക്കെ അത് ബുദ്ധിമുട്ടാക്കത്തേ ഉള്ളൂ. അത് നമ്മുടെ കൂടെ വരണം, പോകണം, സഹായിക്കണം. അപ്പോൾ ലീവ് എടുക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. എനിക്ക് പീരീഡ്സ് ടൈം കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം ലീവ് എടുക്കുന്നുണ്ട് ആ ടൈമിൽ. ഓക്കെ, ലീവ് ആവശ്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ മാസവും സ്ത്രീകൾക്ക് പീരീഡ്സ് ഉണ്ടാവുന്നതാണ്. ആ സമയത്ത് എല്ലാ മാസം അവർ ഇങ്ങനെ ലീവ് എടുക്കുമ്പോൾ അത് അവരുടെ അറ്റൻഡൻസിനെ ബാധിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇങ്ങനെ ഒരു ലീവ് അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും സ്ത്രീകൾക്ക് തന്നെ നന്നായിട്ട് അറിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ലീവ് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ആക്ച്വലി ലീവ് വേണം എന്ന് വെച്ചാൽ ലൈക്ക് മെൻസ്ട്രൽ അറിയാലോ, ലൈക്ക് ഗേൾസിന് എല്ലാവർക്കും നല്ല പെയിൻ, അങ്ങനെ കുറേ ക്രാംസ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല പാടായിരിക്കും ലൈക്ക് സ്കൂളിൽ പോകാനും പഠിക്കാനും. ആ ഒരു മൂഡേ വേറൊരു ഇതായിരിക്കും. ചില സമയത്ത് വേദന മാത്രമല്ല, ലൈക്ക് തലർക്കും ഡിസിനസ്സും അങ്ങനെ കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എനിക്ക് പൊതുവെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ അവർ വേദന ഒന്നും വലിയ ഇഷ്യൂ അല്ല എന്നൊക്കെ പറയുമ്പോൾ അതിലിപ്പോഴും കുറേ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. ഇപ്പോൾ ചില ഫ്രണ്ടൊക്കെ ഫസ്റ്റ് ഡേ തന്നെ ഇപ്പോൾ സ്കൂളിൽ വരും, എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരണം എന്ന് പറയും. സോ ആ ഫസ്റ്റ് ഡേ തന്നെ അവൾ വന്നാൽ തന്നെ അവൾ ലൈക്ക് തലറങ്ങി വീഴും. പിന്നെ അവിടെ നിന്ന് ഹോസ്പിറ്റലിലാണ് കൊണ്ടുവന്നത്. അപ്പം ഇത് ഭയങ്കര ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, നല്ല ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കുന്നു. ഹായ് ഗൈസ്, നമുക്കറിയാം ഈ അടുത്ത് രാജ്യസഭയിൽ മെൻസ്ട്രൽ ലീവിനെ ചൊല്ലി ചില തർക്കങ്ങളൊക്കെ ഉണ്ടായി. മെൻസ്ട്രൽ ലീവ് സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമല്ല എന്ന ചില പരാമർശങ്ങളൊക്കെ അവിടെ നിന്ന് ഉയർന്നു വന്നായിരുന്നു. അപ്പം നമുക്കിതിനെക്കുറിച്ച് സ്ത്രീകളോട് തന്നെ ഒന്ന് ചോദിച്ചറിഞ്ഞാലോ, ഇത് നെസസറി ആയിട്ടുള്ള ഒരു കാര്യമാണോ അല്ലോ എന്നൊക്കെ. ലെറ്റ്സ് ഗോ. നമ്മൾ ഈ അടുത്ത് രാജ്യസഭയിൽ മെൻസ്ട്രൽ ലീവിനെ കുറിച്ചുള്ള ഒരു ചർച്ചയൊക്കെ നടന്നു. അപ്പോൾ അത് കുറച്ചൊന്ന് വിവാദമായിട്ടുണ്ട് അവിടെ നടത്തിയ ഒരു പരാമർശം. അപ്പം നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ സ്ത്രീകൾക്ക് മെൻസ്ട്രൽ ലീവ് എന്ന് പറഞ്ഞൊരു സംഭവം ശരിക്കും ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ? ആവശ്യമുള്ളതാണ്. നിങ്ങൾ രണ്ടാളും അതിനോടാണ് യോജിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ആവശ്യമുണ്ടെന്ന് പറയാനുള്ള കാരണം എന്താ? ഒരു റീസൺ ഉണ്ടാവുമല്ലോ. എന്താ ഇത് യൂസ് ചെയ്യണേ? അല്ല, ആ ലീവ്, അങ്ങനെ ഒരു ലീവ് വേണം, സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ലീവ് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന് നമ്മൾ പറയുമല്ലോ. അതെന്തുകൊണ്ടാണ്? അത് ആ ടൈമിലുണ്ടാവുന്ന കുറച്ച് സ്ട്രെയിൻസും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യാൻ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ലീവ് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. വൈ? എനിക്ക് പീരീഡ്സ് ടൈം കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം ലീവ് എടുക്കുന്നുണ്ട് ആ ടൈമിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറ്റൻഡൻസ് ഷോർട്ടേജ് ഒക്കെ വരും? ഷോർട്ടേജ് ആയിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ ഒരു ദിവസമൊക്കെ അല്ലേ ലീവ് വരും. പക്ഷെ അത് ഉണ്ടെങ്കിൽ അറ്റൻഡൻസിൽ അത്ര പ്രശ്നം വരില്ല. ഓക്കെ, ഇങ്ങനെ തന്നെയാണ്. ഒത്തിരി നമുക്ക് ആ സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടുകളുള്ളതാണ്. ഈ ഫിസിക്കൽ ആയിട്ടുള്ള കുറേ ബുദ്ധിമുട്ട്, പിന്നെ മെൻ്റലി ആണെങ്കിലും ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും ആ സമയത്ത്. നമുക്കങ്ങനെ മെൻസ്ട്രൽ ലീവ് സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണോ അത് ആവശ്യമില്ലാത്തൊരു കാര്യമാണോ? ആവശ്യമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ട്? കാരണം പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, അവർ പറയും ഞങ്ങളും ഈ സമയത്ത് സ്കൂളിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ കൊണ്ടായിരിക്കാം ചിലർക്ക് വേദന സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ പിന്നെ സഹിച്ചിരിക്കുന്നതിനേക്കാൾ നല്ല വീട്ടിലിരിക്കുന്നതല്ലേ. നമ്മുടെ ചുറ്റുള്ളവർക്കും ഫ്രണ്ട്സിനൊക്കെ അത് ബുദ്ധിമുട്ടാക്കത്തേ ഉള്ളൂ. അത് നമ്മുടെ കൂടെ വരണം, പോകണം, സഹായിക്കണം. അപ്പോൾ ലീവ് എടുക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എല്ലാ കാര്യത്തിനെയും മിസ്യൂസ് ചെയ്യുന്ന കുറേ ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ചുമ്മാ പേഴ്സണൽ ആവശ്യങ്ങൾക്കൊക്കെ പോയിട്ട് എനിക്ക് പീരീഡ്സ് ആണ്, ഒരു ലീവ് തരണം എന്നൊക്കെ പറഞ്ഞ് പോയി പറയുന്നൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അതിപ്പോൾ എല്ലാ കാര്യത്തിനും പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ളതുണ്ടാവും. അപ്പോൾ മിസ്യൂസ് ചെയ്യാത്തവരാണെന്നുവെച്ചെങ്കിൽ അവർക്ക് നല്ലതായിട്ട് അത് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യണം, അവരാരും അറിയില്ല. അത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ വേണം എന്നാണ് നിങ്ങൾ രണ്ടാളുടെയും അഭിപ്രായം. ചില ആളുകൾ ഇതൊന്നും ഇല്ലാണ്ട് ചുമ്മാ ഉടായ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് മെൻസ്ട്രൽ ലീവ് എടുക്കില്ലേ? അതിനോട് നിങ്ങൾ എന്ത് പറയും? യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നില്ല. പക്ഷേ അങ്ങനെ എടുക്കുന്നവർ നിങ്ങൾക്ക് അറിയില്ലേ? അങ്ങനെ എടുക്കുന്നവരെ എനിക്കങ്ങനെ ഞങ്ങൾ മോസ്റ്റ് ഓഫ് ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാവാറുണ്ട്. 1-2 ദിവസമൊക്കെ. തേർഡ് ഡേ തുടങ്ങി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ വേണം എന്നാണോ വേണ്ടതെന്നാണോ? കിട്ടിയാൽ കൊള്ളാം. കിട്ടിയാൽ കൊള്ളാം. അപ്പോൾ കിട്ടട്ടെ, ഭാവിയിൽ അതെന്തായാലും എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നൊരു കാര്യമാവട്ടെ. നമ്മൾ കോമൺ ആയിട്ട് ഇതുപോലെ ഒരു മെൻസ്ട്രൽ ലീവ് അങ്ങ് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മിസ്യൂസ് ചെയ്യത്തില്ലേ ചില ആളുകളെങ്കിലും? ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇതുകൊണ്ട് ഉപയോഗമാണോ ഉപദ്രവമാണോ ഉണ്ടാവുക? ഉപദ്രവമാണ് ഉറപ്പായിട്ടും. ഓക്കെ, അപ്പോൾ ഇയാളുടെ അഭിപ്രായത്തിൽ വേണം എന്നാണോ വേണ്ടെന്നാണോ? വേണം, പക്ഷെ നമ്മൾ മിസ്യൂസ് ചെയ്യാതിരിക്കാം. ലീവ് ആവശ്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ മാസവും സ്ത്രീകൾക്ക് പീരീഡ്സ് ഉണ്ടാവുന്നതാണ്. ആ സമയത്ത് എല്ലാ മാസം അവർ ഇങ്ങനെ ലീവ് എടുക്കുമ്പോൾ അത് അവരുടെ അറ്റൻഡൻസിനെ ബാധിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇങ്ങനെ ഒരു ലീവ് അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും
സ്ത്രീകൾക്ക് തന്നെ നന്നായിട്ട് അറിയാം. അപ്പം ഇങ്ങനെ ഒരു ലീവ് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇപ്പൊ ചില ആളുകൾ ഇതിന് വേണമെങ്കിൽ മിസ്യൂസ് ചെയ്യാം. അപ്പൊ അതിനോട് എന്താ അഭിപ്രായം? അതിനോട് എന്താ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫെസിലിറ്റി എല്ലാവരും പ്രൊവൈഡ് ചെയ്ത് തരുമ്പോൾ അത് ആവശ്യമില്ലാത്ത മറ്റുള്ളവർക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണോ? നമ്മുടെ സ്ത്രീകളുടെ അവസ്ഥ സ്ത്രീകൾക്ക് തന്നെയല്ലേ അറിയുള്ളൂ. അങ്ങനെയല്ല, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലീവൊക്കെ നമുക്ക് തന്നു, നമ്മൾ ഒരു ആവശ്യമില്ലാണ്ട് വെറുതെ മിസ്യൂസ് ചെയ്യാൻ. അല്ല, ഇങ്ങനൊരു ലീവ് തരാണെന്നുണ്ടെങ്കിൽ ഇതിനായിട്ട് വേറൊരു ലീവ് അവർക്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനൊരു ലീവ് നല്ലതാണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ പീരീഡ്സിൻ്റെ ടൈമിൽ നമുക്കറിയാം ചില സ്ത്രീകൾക്ക് ഈ പാഡൊക്കെ മാറ്റാനൊക്കെ ഉള്ള നല്ല ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത ടോയ്ലറ്റ്സ് ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? പീരീഡ്സിൻ്റെ ടൈമിൽ ഏറ്റവും എന്താ അത്യാവശ്യമായിട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാഡൊക്കെ എക്സ്റ്റെൻഡ് എപ്പോഴാണ് പാഡ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നല്ലൊരു ടോയ്ലറ്റ് അല്ലെങ്കിൽ വാഷ്റൂമാണ് എല്ലാവർക്കും ആദ്യം അത്യാവശ്യമായിട്ടുള്ള കാര്യം. അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. ആക്ച്വലി ലീവ് വേണം എന്ന് വെച്ചാൽ ലൈക്ക് മെൻസ്ട്രൽ അറിയാലോ, ലൈക്ക് ഗേൾസിന് എല്ലാവർക്കും നല്ല പെയിൻ, അങ്ങനെ കുറേ ക്രാംസ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല പാടായിരിക്കും ലൈക്ക് സ്കൂളിൽ പോകാനും പഠിക്കാനും. ആ ഒരു മൂഡേ വേറൊരു ഇതായിരിക്കും, നമുക്ക് ഒട്ടും ഇതാവില്ല. ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഇങ്ങനെ ലീവ് എടുത്താൽ നല്ല ഇതായിരിക്കും, ഭയങ്കര 3 ദിവസം ലീവൊക്കെ എടുത്താൽ നമുക്ക് പറ്റില്ല, എന്തായാലും റീസൺ വേണം. ഇങ്ങനെ മെൻസ്ട്രൽ ഇതിന് ലീവ് എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ചിലവരൊക്കെ ഞങ്ങളുടെ മിസ്സുമാർ ചിലവരൊക്കെ ഇങ്ങനെ പറയുന്നത്, ഇതൊക്കെ പോട്ടെ എന്ന് വെക്കാന്നാണ് പറയുന്നത്. സോ ലീവ് നൽകുന്നത് നല്ലതാണ്. സോ നിങ്ങളിപ്പോൾ ഇങ്ങനെ ചില ടീച്ചേഴ്സൊക്കെ പറയുമെന്ന് പറഞ്ഞില്ലേ, മെൻസ്ട്രേഷൻ അങ്ങനെ ലീവ് എടുക്കേണ്ട ഒരു കാര്യമല്ല എന്ന രീതി പറയുമെന്ന് പറഞ്ഞില്ലേ, അവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ലൈക്ക് ഇപ്പം നമുക്കറിയാം മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരാൾക്ക് ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് അല്ല വേറൊരു പെൺകുട്ടിക്ക് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്നത്. എല്ലാവർക്കും ഡിഫറെൻറ്റ് എക്സ്പീരിയൻസസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ടീച്ചേഴ്സിനോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങൾക്ക് ലീവ് വേണം ആക്ച്വലി. അല്ലെങ്കിൽ ഞങ്ങളുടെ വേദന അവർക്കറിയാൻ ഭയങ്കര നല്ല ഇതായിരിക്കും. നല്ല സമയത്ത് വേദന മാത്രമല്ല, തലർക്കും ഡിസിനസ്സും അങ്ങനെ കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എനിക്ക് പൊതുവെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ അവർ വേദന ഒന്നും വലിയ ഇഷ്യൂ അല്ല എന്നൊക്കെ പറയുമ്പോൾ അതിലിപ്പോഴും കുറേ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അവർക്കത് മനസ്സിലാവില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഇപ്പോൾ ചില ഫ്രണ്ടൊക്കെ ഫസ്റ്റ് ഡേ തന്നെ ഇപ്പോൾ സ്കൂളിൽ വരും, എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരണം എന്ന് പറയും. സോ ആ ഫസ്റ്റ് ഡേ തന്നെ അവൾ വന്നാൽ തന്നെ അവൾ ലൈക്ക് തലറങ്ങി വീഴും, പിന്നെ അവിടെ നിന്ന് ഹോസ്പിറ്റലിലാണ് കൊണ്ടുവന്നത്. അപ്പം ഇത് ഭയങ്കര ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, നല്ല ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കുന്നുണ്ട്. നെസസറി ആണ്. കാരണം വെച്ചാൽ നമ്മൾക്ക് നമ്മളുടെ പേഴ്സണലി അറിയാം, നമുക്ക് എൻ്റെ പീരിയഡ് ക്രാംസ് വരും, ഇഷ്ടം പോലെ പെയിൻസ് ഉണ്ടാവും. അപ്പം നമുക്കേ അറിയൂ നമ്മൾ എത്രത്തോളം ഒരു പൊതു സ്ഥലത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണം. നമുക്ക് ചില ആൾക്കാർക്ക് അത്രത്തോളം പീരിയഡ്സിൻ്റെ ടൈമിൽ പാഡ്സ് അതൊക്കെ മാറ്റേണ്ട, ചേഞ്ച് ചെയ്യേണ്ടതൊക്കെ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ പീരിയഡ്സ് അത് മസ്റ്റാണ്. ഇത് നമുക്ക് ഓരോ സ്ഥലത്ത് ഏത് കോളേജിലായാലും ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ലീവ് കൊടുക്കുന്നുണ്ട്, ചില ഓഫീസുകളിൽ ലീവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അനിവാര്യമാണ് നമുക്ക്. ചെയ്യണം, നമ്മുടെ ഇതിൽ പ്രൊവൈഡ് ചെയ്യണം, തീർച്ചയായിട്ടും നെസസറി ആണോ? നെസസറി ആണ്. ബിക്കോസ് സ്റ്റാർട്ടിങ് ആയാലും ഒരു പെണ്ണാണെങ്കിൽ പീരിയഡ്സ് സ്റ്റാർട്ടിങ് ടൈമിൽ ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരിക്കുമല്ലോ. ഷി വിൽ നോട്ട് ബി അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് ക്രാമ്പ് ആൻഡ് ഓൾ. ഒബിയസ്ലി ലീവ് കൊടുക്കണം. സ്കൂളിൽ നിന്നായാലും കോളേജായാലും ദേ ഹാവ് ടു പ്രൊവൈഡ് മെൻസ്ട്രൽ ലീവ്. ഈച്ച് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ വേറെ വേറെ ആയിരിക്കുമല്ലോ. ഒരു പെണ്ണിനുണ്ടാകുന്ന ഒരു സെയിം പെയിനോ ഒന്നും അല്ലായിരിക്കും അടുത്ത ആൾക്ക്. ചിലർക്ക് വോമിറ്റിംഗ് ഉണ്ടാവും, ചിലർക്ക് വേദനയുണ്ടാവും, ചിലർക്ക് സിംറ്റംസ് ഒന്നും കാണത്തില്ലായിരിക്കും. ഐ തിങ്ക് ഇറ്റ്സ് നെസസറി. ഈവൻ വർക്ക് സ്പേസിൽ ആണെങ്കിൽ പോലും നമ്മൾ അത്രയും ടൈം ഒരു കണ്ടിന്യൂസ് കുറേ നേരം ഇരുന്ന് വർക്ക് ചെയ്യുക, അപ്പോൾ അത് പെയിൻഫുൾ തന്നെയാണ്. എൻ്റെ ഇതിൽ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാനൊരു വേറൊരു കാര്യം ചോദിക്കാം. ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ ലീവ് കൊടുക്കുന്ന സമയത്ത് ഇത് മിസ്യൂസ് ചെയ്യാനും കുറേ ആൾക്കാരുണ്ടാവും. ഉറപ്പായിട്ടും നമ്മൾ ചില ലേഡീസ് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഇതിൻ്റെ പേരിൽ ലീവ് എടുക്കുന്നുണ്ടാവാം, പല രീതിയിൽ മിസ്യൂസ് ചെയ്യുന്നുണ്ടാവാം. അപ്പം അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ആ ലീവ് മിസ്യൂസ് ചെയ്യപ്പെടാനാണോ കൂടുതൽ സാധ്യത? അത് ഓരോരുത്തരുടെയും മെൻറ്റാലിറ്റീനെ അനുസരിച്ചിട്ടാണ്. നമ്മളിപ്പം ചിലവർ സത്യസന്ധമായിട്ട് ഇതിന് വേണ്ടിയിട്ട് നിൽക്കുന്നവരായിരിക്കും. കാരണം പല ലേഡീസിനും പല ടൈപ്പാണ് പെയിൻസ്. ചിലർക്ക് പെയിൻ ഉണ്ടാവും, എനിക്ക് പേഴ്സണലി അത്രയും പെയിൻ ഇല്ല. അതേപോലെ ആയിരിക്കില്ല വേറൊരു പെൺകുട്ടിക്ക്. ഡിഫറെൻറ്റ് എക്സ്പീരിയൻസസ് ആയിരിക്കും. നമുക്കിപ്പം മെൻ്റലി എനിക്ക് ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സും അതൊന്നും ചിലപ്പോൾ വേറൊരാൾക്ക് ഉണ്ടാവണമെന്നില്ല. എനിക്ക് ചിലപ്പോൾ നല്ലോണം ദേഷ്യം വരും, അതേപോലെ വേറൊരാൾക്ക് വരണമെന്നില്ല. ഇപ്പം എൻ്റെ ഇതായിരിക്കില്ല എൻ്റെ അമ്മയ്ക്ക്. നമ്മളിപ്പോൾ വീട്ടിൽ കാണാറില്ലേ, എത്ര പീരിയഡ്സ് ആണെങ്കിലും ഇവർ രാവിലെ എഴുന്നേറ്റ് വർക്കൊക്കെ ചെയ്യും. ഇതേ സമയം എൻ്റെ അമ്മ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ പീരിയഡ് ക്രാംസ് കൊണ്ട് കിടക്കുന്നുണ്ടാവും. അത്രത്തോളം ഡിഫറൻസ് ഉണ്ട്. മിസ്യൂസ് ചെയ്യാനും ചാൻസ് ഉണ്ട്, പക്ഷെ മാക്സിമം നമുക്ക് കിട്ടുന്നൊരിത് നമ്മൾ മിസ്യൂസ് ചെയ്യാതിരിക്കുക, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ലീവ് വേണം, പക്ഷെ അത് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ നമ്മൾ തന്നെ മാക്സിമം. കാരണം നമുക്ക് വേണ്ടി
അത്ര ഇതായിട്ട് തരുമ്പോൾ നമ്മളത് മിസ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഭാഗത്തെ കടമ തന്നെയാണ്. നമുക്കറിയാം ഇപ്പോൾ ചിലവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ബട്ട് ഇങ്ങനെ ഒരു ലീവ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ചില ആളുകളെങ്കിലും ക്ലാസ് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഇതിന് മിസ്യൂസ് ചെയ്യും. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അത് അത് അവർ അറിഞ്ഞൂടാ അങ്ങനെ അവർ മിസ്യൂസ് ചെയ്യുക അവരുടെ സ്റ്റഡീസാണ് അവരാ നോക്കേണ്ടത്. അവരുടെ പാരൻസും ആണ് ഇത് അവരുടെ സ്റ്റഡീസ് നോക്കേണ്ടത്. സോ അവരുടെ ബുദ്ധിമുട്ട് അവരെന്നെ നോക്കിയിട്ട് വന്നതായിരിക്കും നല്ലത്. അവസരോചിതമായി പെരുമാറാൻ പഠിക്കുക. അതെ. ഇങ്ങനെ ഒരു ലീവ് ഉള്ളത് യൂട്ടിലൈസ് ചെയ്യുന്ന മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ജസ്റ്റ് ലൈക്ക് അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓക്കെ മെൻസ്ട്രൽ ലീവ് ഉണ്ട്, വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിലും ഐ എം ഹാവിങ് മൈ മെൻസസ് സോ എനിക്ക് ലീവ് വേണം എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാകും. അങ്ങനെ മിസ്യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അങ്ങനെ മിസ്യൂസ് ചെയ്യേണ്ട ഒരു വരത്തില്ല. ഈവൻ ദോ ദേ ആർ മിസ്യൂസിങ് ദേ ആർ സ്റ്റിൽ ബ്ലീഡിങ്. അതൊരു പ്രോസസ്സിങ് ആണല്ലോ. ലൈക്ക് പീരീഡ്സ് ഇല്ലെങ്കിലും അങ്ങനെ എടുക്കുന്നവരുണ്ടാകും. ഇല്ല അത് അങ്ങനെ ചോദിക്കാം, അത് പറയാൻ പറ്റില്ല. ദേ ഹാവ് ടു മന്ത്ലി ഇപ്പം ഒരാൾക്ക് പീരീഡ്സ് വന്ന് മന്ത്ലി ദേ വിൽ നോട്ട് ടേക്ക് ലൈക്ക് ആഫ്റ്റർ 1 വീക്ക് എടുക്കത്തില്ലല്ലോ. അങ്ങനെ അല്ലാതെ അവർക്ക് ആവശ്യമുള്ളപ്പം, അതായത് എല്ലാവർക്കും മന്ത്ലി വൺസ് ഇതൊരു കാരണം പറഞ്ഞ്, because they will not take they will not utilize that for any other thing and they will have the other periods maybe after 1 week കഴിഞ്ഞായിരിക്കും. സോ ഒബ്വിയസ്ലി അത് മിസ്യൂസ് ചെയ്യില്ല. ഇല്ല ഒരിക്കലും. സോ അത് നെസസറി ആണ്. തീർച്ചയായിട്ടും.